ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊപ്പി ഇഷ്യൂ ആണ് ഗൈസ്. കഴിഞ്ഞ ദിവസം തൊപ്പി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ചെറിയൊരു മിനി വ്ലോഗ് 6 minutes. ഷമീറിനെതിരെ കേസ് കൊടുക്കുന്നു, ഡീഫമേഷൻ കേസ് കൊടുക്കുന്ന പുള്ളി ഷമീറിനെതിരെ. അത് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വീണ്ടും ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു വീഡിയോ പോലാണ് സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആൻഡ് ഷമീറിന്റെ പുതിയൊരു 17 മിനിറ്റിന്റെ ഒരു ലൈവ് വന്നിട്ടുണ്ട്, അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയാൻ. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ തൊപ്പി തന്റെ ലൈവും കാര്യങ്ങളൊക്കെ മുക്കി, അതും പറയാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തൊപ്പിയിട്ട വീഡിയോ നോക്കാം. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത് പരാതി കൊടുക്കാൻ വന്നതാണ്. എനിക്ക് ഒരു മിനിറ്റ് വണ്ടി നിന്നിട്ട് ബാക്കി പറയാം. ഒന്ന് സമാനത്തിൽ ഇരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടായിരുന്നു. ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ. ഓക്കെ, ഈ തീറ്റിപ്പോറ്റിയ നാറുകൾ സമ്മതിക്കുന്നുണ്ട്, അവന്മാര് ഈ പറയുന്ന മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ തിന്നാൻ പൈസ കൊടുത്ത ആള് സമ്മതിക്കുന്നില്ല. അവന്മാര് പറയുന്നത് നല്ല അടിയാണെന്നാണ്. ഈ തിന്നാൻ പൈസ കൊടുത്ത ആളെ നേരത്തെ ഒരു കേസിൽ പൊക്കിയിട്ടുള്ളതുമാണ്. സ്റ്റിൽ വന്നിരുന്ന് പുണ്യാളം കളിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ തൊപ്പി പൈസ കൊടുക്കാത്തതിന്റെ പേരിലാണ് അവന്മാർ ഈ വീഡിയോ ആയിട്ട് തന്നെ വന്നത്. ഈ ഇഷ്യൂ എല്ലാം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പൈസ കൊടുത്തായിരുന്നു മമ്മു ഒക്കെ ഷഡിയും കഴിവ് തൊപ്പിയുടെ വീട്ടിൽ ഇപ്പോഴും നിന്നേനെ. മരുന്നടിയും പെണ്ണുപിടിയും എല്ലാം അതുപോലെ തന്നെ അവിടെ നിന്നേനെ. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. ഇവന്മാരുടെ കൈ പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഇവന്മാർ വീഡിയോ ആയിട്ട് വന്നത്, ആ ഗ്യാങ് ഹൗസ് പിരിഞ്ഞു പോയത്. ഈ പൈസ ഇല്ലാത്ത യവന്മാർക്ക് എങ്ങനെ മരുന്ന് മേടിക്കാൻ പൈസ കിട്ടി? ഇപ്പൊ കുറച്ച് നാളായതേ ഉള്ളൂ ഷമീർ സ്ട്രീമിംഗ് തുടങ്ങിയിട്ട്. അതിനകത്തുനിന്ന് ഒരു വരുമാനം, ആദ്യത്തെ 3 മാസത്തെ വരുമാനം തൊപ്പിയുടെ അക്കൗണ്ടിലോട്ട് പോയി ആ ചെറുക്കൻ കാണിച്ചു തന്നതാണ് അവന് കിട്ടി തുടങ്ങിയത്. ഷമീറിന് അല്ലാതെ തൊപ്പി ഈ ലാസ്റ്റ് വരുമാനം കിട്ടുന്നതിന് മുമ്പ് പൈസ കൊടുത്തതായിട്ട് പറയുന്നില്ല. മമ്മൂന് പൈസ കൊടുത്ത കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ട് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പലതും ഇതാണ്ടോ, ഒന്നെണ്ണം കാണിക്കുക. ഇത് കണ്ടോ, 1970, 2200, 7000, 1400, 170, 460. ഇത് മറ്റെന്തോ സാധനങ്ങൾ മേടിച്ചിട്ട് അതിന് പേ ചെയ്ത പൈസയാണ്, അല്ലാതെ തൊപ്പി മമ്മൂന് കൊടുത്ത പൈസയൊന്നുമല്ല. ഇതുപോലെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ പേയ്മെന്റ് അതിനകത്ത് പോയിട്ടുള്ളത്. ജാസി പണിയെടുത്ത പൈസ കൊടുത്തിട്ടുണ്ടോ തൊപ്പി ഒന്നും പറയുന്നുമില്ല. പിന്നെ പ്രൊമോഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മമ്മൂന് പൈസ കൊടുത്ത കാര്യം മാത്രമാണ് തൊപ്പി തന്റെ വീഡിയോക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. വേറെ ആർക്കും പൈസ കൊടുത്ത കാര്യം പറയുന്നത്. ഇതിന് പൈസ ഇല്ലാത്ത ഇവന്മാർ എങ്ങനെ ഈ സാധനം മേടിക്കും? അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ, തൊപ്പി അറിയാതെ മേടിച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ഇവന്മാർക്ക് പൈസ എവിടുന്ന് കിട്ടി? ആര് മുഖേന സാധനം കിട്ടി? ഇവിടെ തൊപ്പിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊപ്പി അറിയാതെ ഒരു കുഞ്ഞു പോലും അതിനകത്തോട്ട് കയറൂല. തൊപ്പി അറിയാതെ, തൊപ്പിയുടെ സമ്മതം ഇല്ലാതെ യവന്മാര് ഈ ഐറ്റം മേടിച്ചോണ്ട് വന്ന് അതിന്റെ അകത്ത് വെച്ചിരുന്ന് അടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഉള്ള കാര്യം പറയാലോ, നല്ല ബുദ്ധിമുട്ടുണ്ട്. അവന്മാർക്ക് നട്ടലുണ്ടായിട്ട് അവന്മാരെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, തൊപ്പിയാണ് കൊടുത്തതെന്നും പറയും. അതുകൊണ്ട് തന്നെ നീ പറയുന്ന പല കാര്യവും നമുക്ക് അങ്ങോട്ട് ഈ മൊത്തത്തിൽ സ്ക്രിപ്റ്റാ, മൊത്തത്തിൽ കള്ളത്തരം പറഞ്ഞിട്ടാണ് നീ ഈ സോഷ്യൽ മീഡിയ തന്നെ പിടിച്ചു നിൽക്കുന്നത്. അന്നേരം ഇതും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർ ഇത് ക്രെഡിറ്റ് ആയിട്ട്, ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. അപ്പൊ യവന്മാര് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആദ്യത്തെ വീഡിയോ തൊപ്പിയുടെ ഗ്യാങ് ഹൗസ് പിരിയാനുള്ള കാരണം പറഞ്ഞുകൊണ്ടിട്ട് ഇവന്മാര് യൂട്യൂബിലിട്ട ആദ്യത്തെ വീഡിയോ, അതിന്റെ അതേ തുടർന്ന് വന്ന കിക്കിനകത്തെ ലൈവ്, ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവന്മാര് ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം, അതൊരു റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന്. പക്ഷെ അതിനുശേഷം യവന്മാര് വിചാരിക്കാത്ത രീതിയിലോട്ട്, അവന്മാരുടെ മാനം വരെ പോകുന്ന രീതിയിലോട്ട് ഈ സാധനം പോയി. മാനമാണോ റീച്ചാണോ മുഖ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തസ്സുള്ള ഏതവനും മാനമാണ് മുഖ്യമെന്നേ പറയത്തുള്ളൂ. ഇവന്മാരുടെ ലാസ്റ്റ് ഇട്ട്, ഇപ്പൊ തൊപ്പി ലൈവ് ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഇട്ട ലൈവ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സൂപ്പർ ചാറ്റ് തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തൊപ്പി തന്നെ ആയിരിക്കണം അയച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ചാറ്റ് എന്നാലും വന്നുകൊണ്ടിരിക്കുകയാണ്, ആ പൈസ അവന്മാർ കിട്ടുന്നതാണ്. അവന്മാര് ആ വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഓഫാക്കി, സൂപ്പർ ചാറ്റ് ഓഫാക്കി, എല്ലാം ഓഫാക്കി വെച്ചിട്ട് അവന്മാർ അത്ര ഇങ്ങനെ വിറച്ച് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരുന്നിട്ടാണ് വീഡിയോ ചെയ്തത്. അത് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നില്ല. അത് അവന്മാരുടെ നിരപരാധിത്വം അവന്മാർക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യവൻ ആരാണെന്ന് വലിച്ചു കാട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത വീഡിയോ ആണത്. അവന്മാരുടെ മാനം കുടുംബത്തിന്റെ മുന്നിൽ, ഗേൾ ഫ്രണ്ടിന്റെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ മൊത്തം നീ വലിച്ചു കീറി. അത് തിരിച്ചു പിടിക്കണം. ഒരു ഐഡന്റിറ്റി ഇട്ട് കൊടുത്തു, കുണ്ടന്മാരാണെന്നുള്ളത്. അറിയില്ല കുണ്ടന്മാരാണോ ഇല്ലയോ, നോ ഐഡിയ. എന്താണെങ്കിലും അങ്ങനെ ഒരു സാധനം അവന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു പദവി അവന്മാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവന്മാർ പോലും വിചാരിക്കാത്ത രീതിയിൽ ഈ സാധനം അത്രയും വൈറലായി. നീ അവന്മാരുടെ തുണിയില്ലാത്ത ഇതെടുത്തിട്ട് അവന്മാരെ നാണം കെടുത്തി. അപ്പൊ പിന്നെ ലാസ്റ്റ് ഒക്കെ ചെയ്ത ലൈവ് അവന്മാരുടെ മാനം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടല്ല, റീച്ചിന് വേണ്ടി ചെയ്തതായിട്ട് തോന്നുന്നില്ല. അവന്മാരുടെ ആദ്യത്തെ ആ ഒരു വീഡിയോ, 40 മിനിറ്റിന്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ പോലും മനസ്സിലാവും ഈ തൊപ്പി ഡ്രഗ് യൂസ് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ തൊപ്പിയുടെ വേറെ പെണ്ണ് വിഷയങ്ങളോ ഈ പൈസയുടെ കാര്യം മാത്രമായിരുന്നു, അല്ലെങ്കിൽ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നു, അതിനൊക്കെ പിന്നെ ഒരു അന്തസ് ഉണ്ടായിരുന്നു പറയും. പിന്നെ ഇത് കഴിഞ്ഞ് വന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ അലിഗേഷൻസിന്, തൊപ്പിയുടെ മുകളിൽ വന്ന അലിഗേഷൻസിന് ചെറിയൊരു അന്തസ് ഉണ്ടായിരുന്നു പറയും. അത് കഴിഞ്ഞ് വന്നത് അതും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം. അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇമ്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. നീ പറയുമ്പോൾ അവിടെ ജയിലിൽ കയറ്റാൻ വേണ്ടി ആളിരിക്കുമല്ലേ? നീ ഡിഫമേഷൻ ക്രിമിനൽ കേസൊക്കെ അവന്മാർക്കെതിരെ കൊണ്ട് കൊടുത്തു. അപ്പൊ നീ പറഞ്ഞതൊന്നും ബാധകമല്ലേ? നീയാണ് അവരെ ആദ്യം ഡിഫെയിം ചെയ്തത്. നിനക്കെതിരെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് അതിന്റെ മുകളിൽ വേറൊരു സാധനം എടുത്ത് പൊട്ടിച്ച് മറ്റേത് മാറ്റാൻ വേണ്ടിയിട്ട് നീയാണ് അവന്മാരെ ആദ്യം ഡിഫെയിം ചെയ്തത്. സത്യത്തിൽ അവന്മാരാണ് ആദ്യം ഇതിനെതിരെ ഡിഫമേഷൻ കേസ് കൊണ്ട് കൊടുക്കേണ്ടത്, പ്രൈവറ്റ് വീഡിയോ ലീക്ക് ആക്കിയതിന്. എന്റെ പൊന്നു തൊപ്പി, കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല. ഇത് ഇവന്റെ കളിയാ. ഈ കേസ് ഇപ്പൊ ഈ അവന്മാർക്കെതിരെ കൊടുത്തേക്കുന്ന കേസ് തന്നെ ഇവന്റെ കളിയാ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് ഇപ്പൊ ഇവൻ കൊണ്ട് കൊടുത്തേക്കുന്ന തന്നെ ആക്ച്വലി അതൊരു കൗണ്ടർ കേസായിട്ട് മാറും. നോക്കിക്കോ, ഇവൻ എഗനിസ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കേസുകൾ മൊത്തം അവൻ ആദ്യമേ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. മനസ്സിലായ? ബുദ്ധിയുള്ള നിന്റെ എന്തായാലും എന്തൊക്കെ ഇവനെതിരെ വരാം അതെല്ലാം മുൻകൂട്ടി എറിയുക. കാരണം എക്സ്പോസിംഗ് ഒന്ന് ഇവർക്ക് ഇതൊക്കെ റീച്ചാ, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ. ഇതാണ് ഇവരുടെ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തില് ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ, പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന്. ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച്, അതായത് റിലേഷൻഷിപ്പില് ഇതാക്കി, പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കി ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, തൊപ്പി, നീയും അവന്മാർക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവ് വെക്കാതാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിനക്കത് പറയാനുള്ള യോഗ്യതയില്ല. പിന്നീട് ഗർഭിണിയാക്കലും 18-ന് താഴെയുള്ള അലിഗേഷൻ, അവന്മാർ പറഞ്ഞ കാര്യം അതിപ്പോ ഇനി ശരിയാണെങ്കിൽ പോലും ഒരു വ്യക്തിയും മുന്നോട്ട് വരില്ല. അത് ഇവന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ ഫെയിം കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് മുട്ടിയവരാണ് അതൊക്കെ. മനസ്സിലായോ? ഇങ്ങോട്ട് വന്ന് മുട്ടിയവരാണ്. ഇവരെതിരെ വരുവോ? അവര് വന്ന് കിടന്നു എണീറ്റ് പോയി. ഇതിനകത്തൊരു പീഡനം എന്ന് പറയുന്ന സാധനം ഇല്ല. പിന്നെ എങ്ങനെ കേസ് വരും? പിന്നെ 18 വയസ്സിന് താഴെയുള്ള സാധനം, അത് നമ്മുടെ നിയമം വെച്ച് നോക്കുവാണെങ്കിൽ കേസ് ആവേണ്ടതാണെങ്കിൽ പോലും ആരെങ്കിലും മുന്നോട്ട് വരണ്ടേ? ആരും മുന്നോട്ട് വരില്ല. കാര്യം അവരും യവനെ തേടി ഇങ്ങോട്ട് വന്നതാ, അല്ല ഇവൻ അങ്ങോട്ട് പോയതായിരിക്കത്തില്ല. ഇവന്റെ ഫെയിം കൊണ്ട് ഇങ്ങോട്ട് വന്നതാ ഈ ബീക്കറി പിള്ളേര്. ചെറിയ കഴിയൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ള ടീംസിന്. 18 ആവണ്ട, അതിനു മുമ്പേ തുടങ്ങും. അപ്പം ആരും വരാനൊന്നും പോകുന്നില്ല. അവർക്കൊരു ജീവിതം ഉള്ളതാണ്. അവര് ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് വന്നു പോയി. അവരെന്തിനാ വന്ന് നിന്റെ ഒരു കേസ് കൊടുക്കണേ? നീ ആരെങ്കിലും പീഡിപ്പിച്ചോ? ഇല്ലല്ലോ. ഇനിയിപ്പോ അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരും വരില്ല. വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ സമൂഹത്തിന്റെ മുന്നിൽ ആരാണെങ്കിലും അവമാനിതയാവത്തേ ഉള്ളൂ. അത് തൊപ്പിക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഇവന്റെ കോൺഫിഡൻസ്. അതാണ്. പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ അതേ കഥ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഇത് തന്നെ ആയിരിക്കും. അവൻ സൂപ്പറായിട്ട് അത് കൗണ്ടർ ചെയ്യാം. അവന്റെ റൂമിൽ നിന്ന് പിടിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കഥ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. 1 മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ, ഇവര് വന്ന മുതലുള്ള പ്ലാൻ, ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവരെ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരെല്ലാം എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ എന്തൊക്കെ ഇന്ന് നാളെ ഒരു മനുഷ്യ പറയാം വീട്ടിന്റെ താഴെ ഞാനെയും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവർ ഓരോന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയിരുന്നു. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് തന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, നിന്റെ ലൈവില് ഷമീർ ഡ്രഗ് പെഡലറാന്ന് നീ പറഞ്ഞിട്ടുള്ളതാണ്. അത് എന്ത് തെളിവിന്റെ വെച്ചിട്ടാണ് നീ പറഞ്ഞിട്ടുള്ളത്? നീ വെച്ച തെളിവിന്റെ മേന്മയൊന്നും നീ ഇവിടെ പറയാൻ നിൽക്കണ്ട. ഒരു റെക്കോർഡിംഗ് വെച്ചിട്ടുണ്ട്. ആ റെക്കോർഡിംഗ് പൂർണ്ണ രൂപമാണോ? അല്ല. ഫോർ എക്സാമ്പിൾ, എന്റെ ഒരു ഫ്രണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ്, എടാ കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്, കൊണ്ടുവരട്ടെ. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയുകയാണ്, നീ മരുന്നുമായിട്ട് ഇങ്ങോട്ട് വാ, നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഇങ്ങനെ ഞാൻ തിരിച്ചൊരു റിപ്ലൈ കൊടുത്തെന്ന് വിചാരിക്കാം. ഈ റെക്കോർഡ് ചെയ്തവൻ ആദ്യത്തെ 2 വരി മാത്രം മരുന്ന് കിട്ടിയിട്ടുണ്ട്, ഞാൻ ആ മരുന്നുമായിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നിടം വെച്ച് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്.
നിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കും എന്ന് പറഞ്ഞേക്കുന്ന ഇടുന്നില്ല. അത് കേൾക്കുന്ന ആളുകൾ എന്തായിരിക്കും വിചാരിക്കണേ? അവൻ ഒരുത്തൻ മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഞാൻ വിളിച്ചു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു, ഇതായിരിക്കും വിചാരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കോൺവെർസേഷന്റെ ചെറിയൊരു രൂപം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം ജാസ്തി വന്നിട്ട് അവർ അതിനെപ്പറ്റി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവനൊരു വോയിസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് യുവമാര് ഇത് യൂസ് ചെയ്യുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനി പുറത്തു വിടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ പൂർണ്ണ രൂപം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറും മമ്മുവും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാസിയാണ് കഴിച്ചിട്ടില്ല, ഇത് യൂസ് ചെയ്യുന്നില്ല എന്ന് കട്ടായം പിടിച്ച് ഉമ്മയെ കൊണ്ട് സത്യം ചെയ്ത് കരഞ്ഞു മെഴുകി പറഞ്ഞിട്ടുള്ളത്. നീ വെച്ച വോയിസിനകത്ത് ജാസി ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപം പുറത്തു വിടുക. അന്നേരം ജാസി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാമല്ലോ. അവൻ പറയുന്നത് എന്താ, ജാസി പറയുന്നത് എന്താ, എടാ ഇതൊക്കെ വേണം, ഇതൊക്കെ നിർത്തിക്കൂടെ എന്ന് ജാസി പറയുന്ന വോയിസ് അതിനകത്തുണ്ടെന്നാണ് ജാസി പറയുന്നത്. അത് ഇവൻ കട്ട് ചെയ്തിട്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പുറത്തോട്ട് വിട്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ തൊപ്പി പുറത്തു വിട്ട മറ്റേ ഷമീറിന്റെയും അമ്മുവിന്റെയും വീഡിയോ, ജ്യൂസടി വീഡിയോ, നീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന്മാരത് അവന്മാരുടെ അല്ല എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ പൂർണ്ണ രൂപം നീ പുറത്തു വിടുമെന്ന്. അവന്മാരത് തള്ളി, അവന്മാരത് പറഞ്ഞു, അത് അവന്മാരുടെ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നടന്ന കാര്യം, കഴിഞ്ഞതിന് ശേഷം നടന്ന കാര്യം നീ നിന്റെ വായാലാണ് പറയുന്നത്. അതിന്റെ വീഡിയോ നീ വെച്ചിട്ടില്ല. അത്രയും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി വീഡിയോ കൂടെ നീ പുറത്തുവിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് നീ പുറത്തു വിടുന്നില്ല? പബ്ലിക്കായിട്ട് പുറത്തു വിടണ്ട. ഇത് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ആരും കാണുകയും വേണ്ട. ഒന്നെങ്കിൽ നീ വല്ല ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പുറത്തു വിടും. എന്തോ ആണെങ്കിലും ഇത്രയും നാറി ആ ചലഞ്ച് നീ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അവർ പറഞ്ഞിട്ടല്ലേ, അന്നേരം പിന്നെ ആ ഒരു കേസ് വരുത്തില്ല. അല്ലെങ്കിൽ പിന്നെ നീ രണ്ടുപേരുടെയും പക്ഷം പിടിച്ച് പറയാത്ത ഒരാളെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തിക്ക്. എന്നിട്ട് ആ വ്യക്തി വന്നിട്ട് ഇപ്പൊ സീക്രട്ട് ഏജന്റിനെ പിടിച്ചോ, സീക്രട്ട് ഏജന്റ് അയച്ചുവിടാ, നീ ആ വീഡിയോ എടുത്ത് സീക്രട്ട് ഏജന്റ് അയച്ചു കൊടുക്കും. മമ്മു മറ്റവന്റെ പോയി എടുക്കുന്നത്, ഞാൻ ജ്യൂസ് അടിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ ആ ജ്യൂസ് കുടിക്കാൻ ചെല്ലുന്നത് നീ സീക്രട്ട് ഏജന്റ് അയച്ചു കൊടുക്കും. പുള്ളി വന്നിട്ട് പുള്ളിയുടെ വീഡിയോ പറയട്ടെ. നീമാരോട്ടൊക്കെ കണക്ഷൻ ഉള്ളതല്ലേ, വെറുതെ പബ്ലിക്കിലിട്ട് നാറ്റിക്കണ്ട. പുള്ളി ഉള്ളതല്ലോ എന്ന് പറയുമല്ലോ. ഇത് പൂർണ്ണമായിട്ടും കാണിക്കാതെ പകുതി ഇവൻ കട്ട് ചെയ്ത് ബാക്കി ഇവൻ വായാല് പറയാണ് ഇതിന് ശേഷം ഇങ്ങനെയാണ് നടന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവന് ഇത് ഗ്രൂപ്പ് അടിച്ച് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാക്കണമായിരുന്നു. അത് അവൻ ആ വീഡിയോയ്ക്ക് അകത്ത് വെച്ച് ഉണ്ടാക്കിയ പോലാണ് എനിക്കത് തോന്നുന്നത്. സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇനിയിപ്പോ അങ്ങനെയാണ്, ഗുണ്ടന്മാരാണെങ്കിൽ തന്നെ ഇത്രയും കാലം ഇവന്റെ കൂടെ നടന്നിട്ട് ഇവന് മനസ്സിലായില്ല ഇവന്മാര് ഗുണ്ടന്മാരാണെന്ന് പറയുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടടാ തൊപ്പി. ആൾക്കാർ വിശ്വസിക്കണ്ടേ? 3 മാസം മുമ്പാണ് നീ ഇത് മനസ്സിലാക്കുന്നത്. ലൈവിനകത്ത് എന്തോരം കടന്ന് കാട്ടിക്കൂട്ടിയിട്ടുണ്ട് നീയും അമ്മുവും മറ്റവനും തമ്മിൽ. അന്നേരം ഒന്നും അറിഞ്ഞില്ലേ കുണ്ടനാണെന്ന്. ആ വീഡിയോയും പുറത്തു വിട്ട് നീ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് വന്നിരുന്നിട്ട് പുണ്യാളം കളിക്കുകയാണോ? എന്റെ അനിയൻ എന്റെ മക്കളെ പോലെ, മക്കളെ ആമാനം എടുത്തിട്ടാണോടാ മക്കളെ പോലെ പറയുന്നില്ല. എന്തെങ്കിലും രീതിയിൽ ഞാൻ ഒരു കാര്യം പറയില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെ മുഖത്തൊക്കെ എനിക്ക് മടിയാന്ന്. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്തു വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എല്ലാത്തിനും യവനെ അവന്മാരെ എല്ലാത്തിനെയും തൂക്കണം. പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ട് കാണിച്ചതാ. റൂബി നീ പച്ച സാധനം പിടിക്കുന്നത്, പച്ചല പിടിക്കുന്നത് എടുത്ത് കാണിക്കുന്നത് പബ്ലിക്കായിട്ട് വീഡിയോയ്ക്ക് അതോടെ കാണിച്ചതാ. ഇത്രയും ഇത് വൈറലായി, ഇത്രയും ഇത് സർക്കുലേറ്റ് ആയിട്ട് പോലീസിന് ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ലേ? പിന്നെ നിങ്ങൾ ഈ തൂഫാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന എന്തിനാണ്? കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ വെക്കാവേ. ഒരു സാറ് വന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്, നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങൾക്കറിയാവുന്ന ലഹരി സംബന്ധമായ രഹസ്യവിവരം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടോ? ലഹരിമുക്ത കേരളത്തിനായി ആഞ്ഞടിക്കുന്ന ഓപ്പറേഷൻ തൂഫാനൊപ്പം നിങ്ങൾക്കും അണിചേരാം. കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ പോൾ ആപ്പിലെ ഷെയർ. ഇവിടെ കുറെ അവന്മാര് പച്ചയ്ക്ക് വന്ന് പറഞ്ഞ് ഞങ്ങൾ ഉപയോഗിക്കുന്നു, അതിന്റെ വീഡിയോ സഹിതം എടുത്ത് കാണിച്ചു, എന്നിട്ട് ഒരു നടപടി എടുക്കണ്ടേ? എന്ത് നോക്കിയിരിക്കുകയാണ്? സ്വമേധയാ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ. എല്ലാത്തിനെയും പൊക്കണം. ഒന്നാമത് ഇവന്റെയൊക്കെ കൂടുതൽ ഫാൻസ് മറ്റേ ഇച്ചിപുള്ളി പീക്കറികളാ. യവനൊക്കെ റോങ് ആണ്, യവനൊന്നും ഒരു മാതൃകയാക്കാൻ പറ്റത്തില്ല എന്ന് കാണിച്ചു കൊടുക്കണം, പൊക്കണം. ഇവനെയൊക്കെ പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തൊന്നും കിട്ടത്തൊന്നുമില്ല. ഇവന്റെയൊക്കെ ഫോൺ അടക്കം ഡിജിറ്റൽ എവിഡൻസ് കിട്ടും, ശരിക്കും കിട്ടും. പോലീസ് വിചാരിച്ചാണോ പൊക്കാൻ പറ്റാത്തത്? ഫോൺ ഇൻവോൾവ് ആവാത്ത ഒരു ഇടപാടും കാണില്ല. പണ്ടത്തെ മറ്റേ പ്രാവിന്റെ അടിയിൽ കെട്ടിത്തൂക്കിയിട്ട് പറത്തി വിടുന്ന കാലമൊന്നും അല്ലല്ലോ ഇത്. സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. അന്വേഷിച്ചിറങ്ങണം, അതേ ഉള്ളു പറയാൻ. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഒരു വീഡിയോ ഉണ്ട്, എല്ലാ വ്ളോഗേഴ്സിനെയും ട്രിവാൻഡ്രത്തേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തിനാ? ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടെ ഒന്ന് വെക്കാം. നമ്മളൊരു വലിയ മഹായുദ്ധത്തിലാണ്. ആ യുദ്ധം ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട്. കേരളത്തിലുടനീളം ഈ മയക്കുമരുന്നിന്റെ വേരറക്കാൻ വേണ്ടി കേരള പോലീസ് നടത്തുന്ന ഒരു വലിയ ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ എല്ലാ ബ്ലോഗർമാരെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ വേണം ഇത് ജനങ്ങളിൽ എത്തിക്കാൻ. ബ്ലോഗർമാരുടെ പ്രവർത്തനങ്ങളെ
ഞാൻ അഭിനന്ദിക്കുന്നു. ധാരാളം സാമൂഹ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. സമർത്ഥമായ നിലയിൽ അത് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ മാസം 22-ാം തീയതി തിരുവനന്തപുരത്ത് YMCAയിലേക്ക് രാവിലെ 11:30 മണിക്ക് ക്ഷണിക്കുന്നത്. എല്ലാവരും എത്തിച്ചേരണം. ഭാവി തലമുറയെ നമുക്ക് രക്ഷിക്കണം. ഈ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുവേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാകണം. അതിന് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി സംവദിക്കുന്ന നിങ്ങളെ തന്നെ വിളിച്ചു കൂട്ടാൻ ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. എല്ലാവരും വരണം, നമുക്ക് ഒത്തുചേരണം. ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ ഒരുമിച്ച് നിൽക്കണം. ഇവർ വലിയ സമ്പന്ന ശക്തികളാണ്. അവരുടെ കയ്യിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഈ ദൗത്യം ബ്ലോഗർമാരും കൂടി ചേർന്ന് നടത്താൻ ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു, ആഭ്യന്തര വകുപ്പ് ആഗ്രഹിക്കുന്നു. എല്ലാവരും തിരുവനന്തപുരം YMCAയിൽ ജൂൺ മാസം 22-ാം തീയതി രാവിലെ 11:30 മണിക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സംഭവം കൊള്ളാം. നമ്മളെ പോലുള്ളവർ കൂടെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ വ്ളോഗേഴ്സിനെയൊക്കെ ക്ഷണിച്ചതിലും സന്തോഷം, ഒരുപാട് സന്തോഷം. പക്ഷേ ഈ പറയുന്ന വ്ളോഗേഴ്സിന്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു വിഭാഗവും ഈ സാമാനമൊക്കെ വലിച്ചു കയറ്റുന്നവന്മാരാ. ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്നതും അതിന്റെ സെയിൽസ് നടത്തുന്നത് ഉമാരെ പോലുള്ളവന്മാരൊക്കെ തന്നെ. ഈ സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടീംസാ. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിന് ഇവിടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഒരു അനുഭവം ഉണ്ടായി. പുള്ളിക്കാരത്തി ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാ. ഇവർ കസോളി പോയിട്ട് തിരിച്ചു വരികയാണ്. ആരോ ഒരു ഇൻഫർമേഷൻ കൊടുത്തു, ഇവരുടെ കയ്യിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോലീസ് ഇവരെ പിടിച്ചു, ഇവരുടെ ബാഗ് എല്ലാം ചെക്ക് ചെയ്തു. അതിനുശേഷം ഈ RPFന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് ബോഡി ഇട്ടേക്കുന്ന എല്ലാ ഐറ്റംസും ഊരി വരെ പരിശോധിച്ചു. ഈ പിള്ളേർ ഇത് യൂസ് ചെയ്യുന്നതല്ല, ആരോ കൊടുത്ത ഫേക്ക് ഇൻഫർമേഷൻ, അതിന്റെ പേരിലാണ് ഇവരെ ചെക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ട് കാര്യം നടന്നിട്ടുണ്ട്. ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ട്, ഒരു മോശം കാര്യം നടന്നിട്ടുണ്ട്. ഒന്ന്, ഈ പോലീസ് വന്നിട്ട് ഈ പെൺപിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കണ്ടു നിൽക്കുന്ന ആളുകൾ ഭയങ്കര റോങ് ആയിട്ടായിരിക്കും അവരെ കാണുന്നത്. എന്തോ കുറ്റവാളികളെ കൊണ്ടുവന്ന പോലെ ആയിരിക്കും കാണുന്നത്. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവർ നാണം കെടുക. അതൊന്ന്. പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എടുത്ത ഒരു എഫേർട്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ടല്ലോ ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് ആ ഒരു ശുഷ്കാന്തി ഇവന്റെയൊക്കെ കാര്യത്തിലൂടെ കാണിക്കണം. കാരണം തെളിവ് സഹിതമാണ് എടുത്ത് കാണിച്ചത്. ഐറ്റം എടുത്ത് കാണിച്ചു, ഇവന്മാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് സമ്മതിക്കുന്നു. സിമ്പിളായിട്ട് ഇവന്മാരെ പൊക്കിക്കഴിഞ്ഞാൽ എവിടുന്നാണ് സാധനം കിട്ടുന്നത്, ആരാണ് കൊണ്ടു കൊടുക്കുന്നത് എന്നറിയാമല്ലോ. ഇവന്റെയൊക്കെ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 ഒന്നും ആയിരിക്കത്തില്ല, 100 കണക്കിന് കോണ്ടാക്ട്സ് ഉണ്ടാവും. ഒരുപാട് കൊച്ചു പിള്ളേര് ഫോളോ ചെയ്യുന്ന ഇവന്മാരെയൊക്കെ. നടപടി ഉറപ്പായിട്ടും ഉണ്ടാവണം, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. പൊക്കണം. കഴിഞ്ഞ ദിവസം ഇവന്മാരുടെ കൂട്ടത്തിലുള്ള ആദിൽ എന്ന് പറയുന്ന ഒരു പയ്യന്റെ വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റോങ് ആയിട്ട് ഫീൽ ചെയ്യുമെന്ന് പറയണം. നിങ്ങള് കോമഡിയാണ് ഇതാക്കണേ, നിങ്ങൾ ശിക്ഷോട്ടാ. ഒരു ചിരി ഒന്നും വരുന്നില്ല. കോയൽ അങ്ങനെ അടിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. നിങ്ങള് കോമഡിയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഞാൻ ഒന്നുകൂടെ വെക്കാം. നിങ്ങൾ അവന്റെ മുഖം ഒന്നും സൂക്ഷിച്ച് നോക്കിക്കോ, അവന്റെ കണ്ണൊക്കെ പോകുന്നത്. നിങ്ങള് കോമഡിയാണ് ഇതാക്കണേ, നിങ്ങൾ ശിക്ഷോട്ടാ. ഒന്നും വരുന്നില്ല. കോയൽ അങ്ങനെ അടിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. നിങ്ങള് കോമഡി. ഇവന്മാരുടെ വ്ളോഗിനകത്തുനിന്നോ ലൈവിനകത്തുനിന്നോ എന്തോ കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു വീഡിയോ ആണിത്. ഇതിന്റെ ഒറിജിനൽ വീഡിയോ, പൂർണ്ണമായിട്ടുള്ള വീഡിയോ നിലവിൽ ഇപ്പൊ അവൈലബിൾ അല്ല. ഇവന്മാരുടെ ചാനൽ അടിച്ചുപോയി, അതുകൊണ്ട് അത് കാണാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ, ഈ ചെറുക്കന്റെ കണ്ണ് ഇവൻ ഇങ്ങനെ പോകുന്നു, എന്തോ വലിച്ചു കയറ്റിട്ടിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഉള്ള കാര്യം പറയാലോ. ഇനി വേറെന്തെങ്കിലും പ്രശ്നമാണോ, അത് ഉറക്കം തൂങ്ങി ഇങ്ങനെ തൂങ്ങില്ല, അതോ ഇനി AI വെച്ച് ആരെങ്കിലും ഇവന്മാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് പടച്ചു വിട്ടതാണോ? ഇതൊന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ട ഒറിജിനൽ വീഡിയോ ഇല്ല. എന്താണെങ്കിലും ഇത് AI വെച്ചുണ്ടാക്കിയാന്ന് തോന്നുന്നില്ല. ഇവന് 18 തികഞ്ഞിട്ടില്ല ഈ ചെറുക്കന്. ഇത് കള്ളു കുടിച്ചിട്ടാണോ എന്തിനാണോ എന്തോ. ഇത് തൊപ്പി എടുത്ത് ഉടക്കി പിരിഞ്ഞതിന് പോയതിന് ശേഷമുള്ള വീഡിയോസ് ആണിത്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, ഇവന്മാർക്കൊക്കെ എതിരെ അന്വേഷണം വേണം, ഉറപ്പായിട്ടും അന്വേഷണം വേണം. ഇവനെയൊക്കെയാണ് പിള്ളേർ ഫോളോ ചെയ്യുന്നത്. തൊപ്പി പറയുന്ന ബാക്കി നമുക്ക് കേൾക്കാം. ഈ ഒരു തെളിവില്ലാണ്ട് ഡിഫമേഷൻ മാത്രമല്ല, ക്രിമിനൽ കേസുകൾ. ആ അലമാരയിൽ നിന്ന് ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞതിന് എങ്ങനെ അത് എന്റേതാവും? ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്? ഞാൻ ഡ്രഗ് അടിക്കുന്നത് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുക്കുന്ന കാണിച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയാനാവും? തൊപ്പി പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അത് ആർക്കും വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാം. പക്ഷേ ഷമീറിന്റെ മറ്റേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ഹനാൻഷാ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് കളഞ്ഞ ആ ലൈവിനകത്ത് ഷമീർ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇവൻ ദുബായി പോയ സമയത്ത് ഈ ഐറ്റം ഉപയോഗിക്കുന്ന CCTV ഫൂട്ടേജ് ഉണ്ടെന്നും പറഞ്ഞ് ഒരു വ്യക്തി ഇവന്മാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ പുള്ളിയുടെ യാതൊരു വിവരവും ഇല്ല. ആ വ്യക്തിയുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കേരള പോലീസിന് കൈമാറണം, അവരന്വേഷിക്കട്ടെ. അങ്ങനെ ഒരു CCTV ഫൂട്ടേജ് ഉണ്ടെങ്കിൽ അവനെ പൊക്കി കഴിഞ്ഞാൽ അവനെ കിട്ടും, ബാക്കി എന്നിട്ട് അവർ നോക്കിക്കോളും. ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് പറയട്ടല്ല, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ. എന്തെങ്കിലും പരാതി ഉണ്ട്, ആർക്കെങ്കിലും പരാതി, ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണ് കേസ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണ് കേസ് വന്നാ
എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുപോവാ. നീ ഇതുവരെ ഒരു പെണ്ണിന്റെ അടുത്തും ഡിസ്റെസ്പെക്ട് ആയിട്ട് നിന്നിട്ടില്ല? ഉറപ്പാണോ? അവന്മാര് വെച്ച വീഡിയോക്കകത്ത് നീ പറയുന്ന ഒരു വോയിസ് ഉണ്ട്, വഴിയെ പോകുന്ന ഏതോ ഒരു പെണ്ണിനെ നോക്കിയിട്ട് കളിക്കണം എന്ന് പറയുന്നത്. ഇത് എവിടുത്തെ മര്യാദയാണ്? വേണമെങ്കിൽ നിനക്കൊന്ന് വാദിക്കാം, അത് നിന്റെ പേഴ്സണൽ സ്പേസ് ആണ്, അതിനകത്ത് ഞാൻ പലതും പറയുന്നു. നമ്മളും നമ്മുടെ പേഴ്സണൽ സ്പേസിൽ പല ഡാർക്ക് ഹ്യൂമേഴ്സും പറയാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കൂട്ടുകാരന്റെ സുഹൃത്തിന്റെ ഭാര്യയെ പറ്റി ഒന്നും നമ്മൾ ഈ രീതിയിൽ നീ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ സ്പേസിലും മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയും പറയത്തില്ല. എത്ര പേഴ്സണൽ സ്പേസ് ആണെങ്കിലും വായിന്ന് വരുന്ന ഇങ്ങനെയുള്ള വർത്താനങ്ങൾ കാണിക്കുന്നത് അവന്റെ ഉള്ളിലുള്ള മനസ്സിന്റെ വൈകൃതത്തെ തന്നെയാണ്. യഥാർത്ഥ ക്യാരക്ടറാണ് തള്ളി പുറത്തോട്ട് വരുന്നത്. വഴിയെ നിൽക്കുന്ന പാവം പെണ്ണുങ്ങളെ അവന് വേണം. ഇതൊക്കെ നിന്റെ ഉള്ളിൽ നിന്ന് തള്ളി വരുന്നതാ. കുറച്ച് നാൾക്ക് മുമ്പ് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ആ വീഡിയോ ഞാൻ കുറെ തപ്പി, ഇതിനെ കിട്ടുന്നില്ല. ഇവന്റെ 2 ഫാൻ പിള്ളേര് ഇവന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നു. ഇവൻ വന്ന് ഫോട്ടോ എടുത്തു. എനിക്കൊന്ന് IRL തോന്നുന്നു. ആ സമയത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ഫോട്ടോ എടുത്ത് പോയതിനു ശേഷം ഇവൻ ആ പിള്ളേരെ പറഞ്ഞതാണ് എന്ത് ചരക്കാണ്. ഈ തരത്തിലുള്ള ഒരു ഡയലോഗ് ഇവന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ പിള്ളേരെ ഇവനോടുള്ള ഇഷ്ടം കാരണം വന്ന് ഇവന്റെ ഫാനാണെന്നും പറഞ്ഞ് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് ഇവൻ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അതാണ്. മനസ്സിലായ? യവനെ പോലുള്ളവന്മാരെയൊക്കെ ഇങ്ങനെ ചെന്ന് ഫാൻ എന്നും പറഞ്ഞ് ഫാൻ ഗേൾ എന്നും പറഞ്ഞ് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഈ രീതിയിലെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. എന്തിനാ എനിക്ക് അറിയാമില്ല. ഇപ്പോഴും ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന ടീംസ് ഉണ്ട്. ദാരിദ്ര്യം. നീ മറ്റേ ഒമേഗകളിൽ ലൈവ് ചെയ്യുന്ന സമയത്ത് എത്രയോ ഫോറിനേഴ്സിനെ കണ്ട സമയത്ത് അവരുടെ ബ്രസ്റ്റ് കണ്ടപ്പോ നീ പറഞ്ഞിട്ടുണ്ട് എന്തു ഇതാണെന്ന്. നീ മാത്രമല്ല, നിന്റെ കൂടുതലുള്ള ഷമീർ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞേ, എല്ലാ എണ്ണവും കണക്കാ, ഒപ്പി മാത്രമല്ല. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ലൈവിനകത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന IRLനകത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന നീ സ്ത്രീകളെ ഡിസ്റെസ്പെക്ട് ചെയ്തില്ല എന്നൊക്കെ പറയരുത്. എവിടാണ് നീ ചെയ്തത് എന്ന് നീ ചോദിക്കരുത്. കേസൊന്നും വന്നില്ല, അതിന്റെ ഭാഗ്യമൊന്നും കൂട്ടിയാൽ മതി. മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റുന്ന പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. എടാ, ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുവാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാനത് ചെയ്തെന്ന് പറഞ്ഞ് നിൽക്കാം. പഴയ മറ്റേ അജ്മൽ അമീറിന്റെ ഇതുപോലെ വോയിസ് പൊക്കിയ സമയത്ത് അവൻ ഇറക്കിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതാണ് ഓർമ്മ വരുന്നത്. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ആ സെറ്റപ്പ് അത് കഴിഞ്ഞ് എല്ലാവരും ഈ സെറ്റപ്പാ. എല്ലായിടത്തും തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു AI ഉള്ളതൊക്കെയാണ് ഭാഗ്യം. എല്ലാം ഞാൻ ഏക്കാടാ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. പിന്നെ വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല. അന്നേരവും നീ പറയും AI വെച്ചുണ്ടാക്കിയതാണെന്ന്. ഇപ്പൊ വോയിസ് കാണിച്ചോണ്ട് പറയുന്ന വീഡിയോ ക്ലിപ്പ് കാണിച്ചില്ലല്ലോ. AI ഉണ്ടായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു. ആ വോയിസ് ഒക്കെ കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല AI. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് അത് AI? ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അത് AI ആണ് എന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ഞാൻ അത് പറഞ്ഞൊന്നും പറഞ്ഞു നിൽക്കാം. ഞാൻ പറയാ, എല്ലാം ഞാൻ തെളിയിക്കും. എല്ലാ എവിഡൻസും ഞാൻ പോലീസിന് കൈമാറും. അവന്മാരെ കയ്യിലുള്ള പോലീസിന് കൈമാറണം. ഫോറൻസിക്കില് ഇട്ട് ടെക്നിക്കലായിട്ടും എല്ലാണ്ടും മൊത്തത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തണം, പിടിക്കണം. ഓക്കെ, ഇതിന്റെ സത്യം പുറത്തു തരണം. പിന്നെ നിന്റെ സാമാനം തെളിയിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ ഫോറൻസിക് ഉദ്യോഗസ്ഥരവിടെ. അവർക്ക് വേറെ പണി ഉണ്ടാവുകയും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഇവന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ വന്നിരുന്ന് കൊണയടിക്കുന്നത്. വക്കീലിന്റെ അടുത്ത് എല്ലാം നല്ല കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നിരുന്നിട്ട് ഈ ഡയലോഗ് ഇവിടെ വിടുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? വീണ്ടും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിക്കാൻ വേണ്ടിയിട്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു മുഖം ഒന്ന് തിരിച്ചു പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കാണിക്കും തത്രപ്പാടാ. ഈ കേസ് തന്നെ അത് തന്നെ. ഇനിയും ലൈവായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നാറും എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നാറും. 2 കൂട്ടരും നാറും. അത് കൃത്യമായിട്ട് അറിയാം. ഇത് എവിടെങ്കിലും നിർത്തണമെങ്കിൽ ഇതിനകത്ത് പോലീസിനെ ഇടപെടുത്തണം. എന്നാലും ഇവിടെ സ്റ്റോപ്പ് വരുത്തുള്ളൂ. 3500 തെളിവ്. റാംബോയുടെ അടുത്ത വീഡിയോ വരൂ. റാംബോ പിറക്കി എല്ലാം ഇടും. എവിടെ തെളിവ്? 3500 തെളിവ്. നീ അടിച്ച പോലെ ഒരു നാറിയ വീഡിയോ അവന്മാരെടുത്തിട്ടപ്പോ നിന്റെ തെളിവൊക്കെ ആവിയായി പോയാ. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളുടെ അവന്റെ നാട്ടിക്കാം.
എന്തിന്റെ ആവശ്യം? നീയും നാറും. ഈ നാറിയ പരിപാടികളൊക്കെ ഇവന്മാരെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തതാ. നിന്റെ എത്രയുണ്ടോ അത്രയൊക്കെ തന്നെ അവന്മാരയിലും ഉണ്ട്. ഇതിനേക്കാളും ഇപ്പൊ ഇറങ്ങിയതിനേക്കാളും വലിയ അവന്മാരിറക്കും അന്നേരം. അത് പരസ്പരം മനസ്സിലാക്കി നിർത്തുന്നതാ നല്ലത്. മനസ്സിലാക്കിയെന്ന് തോന്നുന്നു രണ്ടു കൂട്ടരും, അതുകൊണ്ടാണ് നിർത്തുന്നത്. പക്ഷെ നാളെ വന്നിട്ട് അവർ പറയും അതൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരും. ആരെയും കൊന്നോ അല്ലെങ്കിൽ വേറെന്താ ഈ പീഡനവും മയക്കുമരുന്നും കൊലപാതകവും കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ സാധനം ഒരിക്കലും അടുത്ത് വരുന്നത് നോക്കിക്കോ. അടുത്ത എന്താ നിങ്ങൾ ആലോചിക്ക്. ആ സാധനത്തിന് അടുത്ത് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇത് പറഞ്ഞാൽ ലീഗലി മൂവ് ചെയ്യേണ്ട സാധനമാണ്, ജയിലിൽ കയറേണ്ട സംഭവമാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ മൂവ് ചെയ്യാൻ പോയത്. ഓക്കെ, വളരെ നല്ല കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് ഒരു പൊതുശല്യമായിട്ട് മാറുന്നതിനേക്കാളും നല്ലത് ഇത് തന്നെയാണ്. കേസ് നടന്നാലും നടന്നില്ലെങ്കിൽ, നീതി കിട്ടിയാലും നീതി കിട്ടിയില്ലെങ്കിലും ഈ വൃത്തികേട് ഇതിനകത്ത് കിടന്ന് കാട്ടിക്കൂട്ടുണ്ടല്ലോ. പക്ഷെ ഇതൊന്നും അല്ലടെ കോമഡി. ഇതിന് ശേഷം തൊപ്പി പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ആ ഡയലോഗ് ഒന്ന് കേട്ടു പോയിക്കോ. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഡീഫമേഷൻ കേസ് ഞാൻ എന്തായാലും ജയിക്കും. ക്രിമിനൽ കേസും ഞാൻ ജയിക്കും. ഡീഫമേഷൻ കേസ് ജയിച്ചാൽ കിട്ടുന്ന പൈസ 10 വയസ്സ് 9 വയസ്സ് ഞാൻ തൊടൂല. അർഹതപ്പെട്ടവർക്കോ അല്ല രോഗികൾക്കോ അനാഥാലയത്തിലോ ഞാൻ അത് കൊടുക്കും. ഓക്കെ, ബാക്കി ഇനി ഞാൻ ഒരു ലീഗൽ ഫൈറ്റിന് ഞാൻ ഇറങ്ങാൻ പോവാ. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. ഡിഫമേഷൻ കേസ് എന്തായാലും ജയിക്കും. അത് കിട്ടിയിട്ട് അങ്ങനെ കിട്ടുന്ന പൈസ അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുമെന്ന്. നന്മവരം അൾട്രാ പ്രോ മാക്സ്, എന്റെ പൊന്നെ, നന്മവരം വിട്ടുള്ള ഒരു കളി ഇപ്പൊ ഇല്ല. ഒന്ന് പൂത്തലഞ്ഞ് വന്നോണ്ടിരുന്നതാണ് ഇത് മരം. അപ്പോഴാണ് ലവ്മരാലിൽ വീഡിയോ ആയിട്ട് വന്ന് എന്റെ പൂമരം താഴെ ഇറക്കിയത്. ഡിഫമേഷൻ കേസ് ജയിക്കോ നീ അങ്ങ് തീരുമാനിച്ചോ? ഇവിടെ എത്ര ഡിഫമേഷൻ കേസ് തെളിഞ്ഞ് പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് മറ്റേ സൂര്യ ടിവിക്കെതിരെ എങ്ങാണ്ട് കൊടുത്ത ഒരു ഡിഫമേഷൻ കേസ്, നടി പേര് മറന്ന് അവർ കൊടുത്ത കേസ്, അത് 1992 സൂര്യ ടിവിയിൽ വന്ന ഒരു ഇന്റർവ്യൂവിൽ വീരപ്പൻ ഇവർക്കെതിരെ ഒരു മോശം കമന്റ് പറഞ്ഞു, വേറെ ആരോട്ടെങ്ങാണ്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ എങ്ങാണ്ട്. അതിന്റെ കേസിന്റെ വിധിയിലാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് 2026 വന്നത്. അത് 1992 നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സാധനം 10 ലക്ഷം രൂപ വിധിച്ചത്. നടി സുകന്യക്കെതിരെ ആർക്കാണ്ടെതിരെ ഞാൻ തോന്നുന്നു വന്നത്. അന്നേരം അവനാണ് ഇവന്റെ ഡിഫമേഷൻ കേസിന്റെ പൈസ ഇട്ടിട്ടല്ലേ ഇവിടെ ആൾക്കാർ പട്ടിണിയായിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണോ തൊപ്പി പറയുന്നത്? നീ ഇത്രയും നേരം പറഞ്ഞ് കേട്ടോണ്ടിരുന്നു, പക്ഷെ ഇതിച്ചിരി കടുത്തു പോയി കേട്ടോ. നീ ഒന്നും ഇറക്കേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഈ ഗ്രൂപ്പിൽ ഇവന്മാരുടെ ഗ്രൂപ്പിൽ പെട്ട ആരും ഒന്നും നല്ല കുഞ്ഞുങ്ങളില്ല. എല്ലാം ഉടായ്പ്, നമ്പർ 1 ഉടായ്പുകളാണ്. ഈ ഷമീർ, മമ്മു, ജാസി, യവന്മാരെല്ലാം ഫ്രോഡുകളാണ്, ഉടായ്പകളാണ്. അവന്മാർ ഇത്രയും ഒരു ഉടായ്പാണെങ്കിൽ തൊപ്പി ഇത്രയും വലിയ ഉടായ്പ. അവന്മാരുടെ അപ്പന്റെ ഉടായ്പായിട്ട് വരും അവൻ. അത് ആളുകൾക്ക് മനസ്സിലായി, അത്രേ ഉള്ളൂ. ഇതിനകത്ത് നന്മയൊന്നുമില്ല, എല്ലാം ഉടായ്പ തന്നെ. മറ്റേ നവനീത് എന്ന് പറയുന്ന ഒരു ലോയർ ഉണ്ട്. ആ പുള്ളി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു വീഡിയോ ഉണ്ട് ഇവന്മാരുടെ ഒരു കേസിനെതിരെ. ആ വീഡിയോ കൂടെ ഞാനൊന്ന് വെക്കാമെന്ന് കണ്ടുനോക്കാം. തൊപ്പി ഇഷ്യൂവിൽ റിയാക്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. പക്ഷെ എത്ര വീഡിയോസ് ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. ഒരാൾ പറഞ്ഞു മറ്റേ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേ പറഞ്ഞു ഇവിടെ പോക്സോ എന്നുള്ള കാര്യം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ പോക്സോ ആയിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോക്സോ ആക്ട് ഉണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതും ഒഫൻസ് ആണ്. പിന്നെ NDPS ആക്ട് പ്രകാരം ഇങ്ങനെ സ്വന്തം വീട്ടിൽ മറ്റൊരാൾ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രഗ് പെഡലിംഗ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതും NDPS ആക്ട് പ്രകാരം അതിന് അവസരം കൊടുക്കുന്നതും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കേരള പോലീസ് അന്വേഷിക്കണം. കാരണം ഒരു ചെറിയ വിഷയമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അവരൊക്കെ തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രോപ്പർ ആക്ഷൻ എടുക്കണം. പിന്നെ വളരെ ഒബ്സീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ റിലീസ് ചെയ്യുന്നത്. ഇതൊന്നും റിലീസ് ചെയ്യാൻ അനുവദിക്കരുതുള്ള കാര്യം കൂടി എനിക്ക് ഇവിടെ പറയാനുണ്ട്. കാരണം ഇത് തെറ്റായ ഇൻഫ്ലുവൻസ് ആണ് ആളുകളിലേക്ക് പോവുക. സോ ഗൈസ്, ഈ പരിപാടി ചെയ്യുന്ന നിങ്ങൾ നിർത്തണം. അതേപോലെ കേരള പോലീസിനോടാണ്, ഇതൊരു സീരിയസ് സംഭവം തന്നെയാണ്. നിങ്ങൾ ഇടപെടുക തന്നെ വേണം എന്നുള്ള കാര്യമാണ് എനിക്ക്. അതാ പറഞ്ഞ് ഇടപെടുക തന്നെ വേണം. ഇതിനകത്ത് പുള്ളി അവസാനം പറഞ്ഞൊരു കാര്യം, യവന്മാര് പരസ്പരം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ? തൊപ്പി ആദ്യം വന്ന് ഷമീറിന്റെ മമ്മൂന്റെ വീഡിയോ എടുത്ത് പുറത്തിട്ടു. അവന്മാര് വന്നിട്ട് അവൻ VR നോക്കിയിട്ട് കൂലിക്കണ വീഡിയോ എടുത്ത് അവന്മാരും പുറത്തു വിട്ടു. ഈ പരസ്പരം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളാണ് എടുത്തിട്ടോണ്ടിരിക്കണത്. എടാ, ഇത് കാണുന്ന ഈ പീകറി പിള്ളേർ, നിന്റെയൊക്കെ ഫോളോവേഴ്സ്, അവന്മാർ ഇത് കണ്ടിട്ട് ഓക്കെ അവന്റെ വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവനെടുത്തിരിക്കും ദേഷ്യമുണ്ട്, അവന്റെ വീഡിയോ നാളെ ഞാൻ യൂട്യൂബിൽ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, തൊപ്പി മാമൻ എടുത്തിട്ടുണ്ടായിരുന്നു, തൊപ്പി റിവഞ്ച് എടുത്ത് ഇങ്ങനെ, എന്നാൽ പിന്നെ ഞാനും ഇങ്ങനെ റിവഞ്ച് എടുക്കാന്ന് പറഞ്ഞാൽ അവൻ നാളെ ഏതെങ്കിലും ഒരുത്തന്റെ സാമാനം ഇതുപോലെ എടുത്ത് അവൻ വീഡിയോ എടുത്ത് എല്ലാ പിള്ളേരുടെ കയ്യിൽ ഇപ്പം ഫോണുള്ളതാ എടുത്തിട്ട് കഴിഞ്ഞാൽ നീക്ക് സമാധാനം പറയുമോ? ഇതിപ്പോ അവന്മാര് നോർമലൈസ് ചെയ്തോണ്ടിരിക്കുക ഈ സാധനം. അവന്മാരുടെ ജ്യൂസ് അടി എടുത്തിടുന്നത് നാളെ ഏതെങ്കിലും പീക്കറി പിള്ളേരോ അല്ല പെൺപിള്ളേരെ ഇതുപോലെ എടുത്തിട്ട് കഴിഞ്ഞാലോ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ്
എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂട്യൂബ് എന്തോ ഇത് എടുത്ത് കളയാതെ എനിക്ക് മനസ്സിലാവാത്തത്. സാധാരണ യൂട്യൂബ് ഒന്നും അലോ ചെയ്യുന്നതല്ല, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കൊടുക്കുന്നതാണ്. ഈ മാതിരി സാമാനമൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ലൈവ് ആയതുകൊണ്ടായിരിക്കും, അറിയില്ല എന്താണ് യൂട്യൂബ് കാണിക്കുന്നതെന്ന്. പിന്നെ ഇന്ന് തൊപ്പി കാണിച്ച വേറൊരു പരിപാടിയുണ്ട്. ഇവന്റെ ലൈവ് സെക്ഷൻ ഇവൻ ഇന്ന് മുക്കി. തൊപ്പിയുടെ യൂട്യൂബ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ന് ഒരു ഉച്ച സമയം, ആ സമയത്ത് വീഡിയോ ഷോർട്സ് പ്ലേലിസ്റ്റ് പോസ്റ്റ് ഇത്രയേ ഉള്ളായിരുന്നു. അത് ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. അത് കാണുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തേക്ക്. അത് എന്താ അത് കാണാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് സമയത്തേക്ക് ആ ഒരു ലൈവ് സെക്ഷൻ കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ലൈവ് സെക്ഷൻ കിടപ്പുണ്ട്. ലൈവിനകത്ത് കണ്ട 3 വീഡിയോ മാത്രം ഇവൻ കഴിഞ്ഞ ദിവസം വന്ന ലൈവ് എടുത്ത് കണ്ട മെയിൻ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വേറെ ലൈവ് ഒന്നുമില്ല. എന്തു പറ്റി തൊപ്പി? എന്തെങ്കിലും തെളിവുകൾ മുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണോ? ഒന്നും കാണാതെ നീ അങ്ങനെ ചെയ്യത്തില്ലെന്ന് നമുക്കറിയാം. ഇവന്റെ പഴയ ലൈവൊക്കെ IRLൊക്കെ അത് കടന്ന അപരാധമൊക്കെ ചിലപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും പലതും. അത് ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കും, മനസ്സിലായ? അപ്പം തൊപ്പിയുടെ കൊണ അത്രയുമാണ്. പിന്നെ ഷമീർ വന്നിട്ടുണ്ടായിരുന്നു. ഷമീർ അങ്ങ് സാഡ്, ഭയങ്കര സാഡായിട്ടൊരു ലൈവ്. എല്ലാം നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹനാൻ ഷാന്റെ അടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹനാൻ ഷാ ആണ് ഇവന്മാരുടെ മറ്റേ വീഡിയോ കോപ്പിറൈറ്റ് അടിച്ച് പൊട്ടിച്ചത്, ആ ലൈവ്. കാര്യം എന്ന് വെച്ചാൽ കാണിച്ചു തണ്ടിത്തരമാണ്. ഇവന്മാരുടെ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട്, ഇവന്മാർക്ക് പരസ്പരം റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളിയെ, ഈ ഒരു യൂണിവേഴ്സിലേ ഇല്ലാത്ത ആ വ്യക്തിയുടെ ഫാമിലിയെ പിടിച്ചിനകത്തോട്ട് എടുത്തിട്ടു. എന്നിട്ട് തെണ്ടിത്തരമാണ് കാണിച്ചത്. ഹനാൻ ഷാ എന്താണെങ്കിലും ഇവന്മാർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ആണെന്ന് വെക്കാം. ഇന്നലെ എന്നെയും എൻ്റെ കൂട്ടുകാരെയും കുടുംബത്തെയും ലക്ഷ്യമാക്കി ഒരു യൂട്യൂബ് ലൈവിൽ ഉപദ്രവം, അധിക്ഷേപം, സ്ത്രീകൾക്ക് നേരെയുള്ള അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ നൽകിയ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇതിനാൽ നീക്കം ചെയ്യപ്പെട്ടു. ആൻഡ് ഇവന്മാർക്കെതിരെ പുള്ളി കൊണ്ടൊരു കേസും കൊടുത്തിട്ടുണ്ട്. അതാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഷമീർ അവന്റെ ലൈവിൽ വന്നിട്ട് ഹനാൻ ഷാന്റെ അടുത്തൊക്കെ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സോറി കൊണ്ടൊന്നും നിൽക്കുന്ന ഒരു കാര്യമല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, എടാ നീമാര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം അടിച്ചു തീർക്കണം. പുറത്ത് ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയെ അൺവാണ്ടഡ് ആയിട്ട് അതിന്റെ അകത്തോട്ട് പിടിച്ചിടുകയല്ല വേണ്ടത്. ഇതും അവരുടെ ഐഡന്റിറ്റി, അവരുടെ ഫോട്ടോ അടക്കം പേരടക്കം വിളിച്ച് പറഞ്ഞിട്ട് ഇമാതിരി വൃത്തികെട്ട സാധനം പറയുന്നത്. തൊപ്പി ആ വീഡിയോയ്ക്ക് അത് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അത് അവന്റെ പ്രൈവറ്റ് സ്പേസിൽ പറഞ്ഞതാണെങ്കിൽ പോലും അത് വെറും വൃത്തികെട്ട പരിപാടി തന്നെയാണ്. പക്ഷെ അതിനേക്കാളും വലിയ തെണ്ടിത്തരമാണ് നീമാരെ കാണിച്ചത്. അതെടുത്ത് പബ്ലിക്കലി ഇട്ട് ആ സ്ത്രീയെ നാണം കെടുത്തി. അത് കേൾക്കുന്ന അവരുടെ മാനസികാവസ്ഥയെ ആലോചിച്ച് നോക്ക്. നാളെ ഏതോ ഒരുത്തൻ, എവിടെ കടന്നു ഒരുത്തൻ, നിന്റെ ഒന്നും വീട്ടിലെ നിന്റെ ഉമ്മയോ പെങ്ങളെയോ ഒന്നും അറിയത്ത പോലും ഇല്ലാത്ത ഒരുത്തൻ വന്നിട്ട് ഇതുപോലെ ഒരു സാധനം പറയുകയാണ്. അത് ഒരുത്തൻ ആ ഒരു സാധനം എടുത്ത് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാണ്. ആ സമയത്ത് നിനക്കൊക്കെ ഉണ്ടാവുന്ന അതേ ഫീലിങ്സ് തന്നെ ആയിരിക്കും ഈ പുള്ളിക്ക്, ഹനാൻ ഷായ്ക്ക് ഉണ്ടാവുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ വെറും നാറിയ പരിപാടിയാണ് കാണിച്ചത് ഷമീർ. പറയാതിരിക്കാൻ വയ്യ. തൊപ്പിയെ തേമ്പാൻ വേണ്ടി തന്നെ ചെയ്തതാണെങ്കിൽ പോലും അത് ഇച്ചിരി വെറും വൃത്തിയുടെ പരിപാടി കാണിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കേസ് വന്നാലും നീ അനുഭവിക്കുക, അത്രേ പറയാനുള്ളൂ. എന്ത് കേസ് വന്നാലും അനുഭവിക്കുക. ഷമീറിന്റെ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെക്കാം. ലാസ്റ്റ് വന്ന ലൈവിൽ ഓക്കെ ഗൈസ്, ഒന്നല്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പഴയ ഉഷാറൊന്നും ഇല്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പോകണം, ഒരു 10 മിനിറ്റ് ഉണ്ടാവും ലൈവ്. ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ ഇതിലും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആണ്. ഭയങ്കര സീനാ മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണല്ലോ കാണിച്ചോണ്ടിരിക്കുന്നത്. നീയൊക്കെ പൊങ്കാലിടുന്ന വീഡിയോ ഒന്നും അല്ലല്ലോ എടുത്ത് പ്രദർശിപ്പിച്ചത്. അപ്പൊ പിന്നെ പ്രഷറും ഇതൊക്കെ വരും. നാറിയ പരിപാടി കാണിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര സീനാണ്. ഇതിപ്പോൾ നിങ്ങളടുത്തൊന്ന് പറയണം തോന്നി. ഇന്നലത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലത്തെ ലൈവ് പോയി. അത് കോപ്പിറൈറ്റ് കിട്ടിയതാ. ഹനാൻ ഷാ കോപ്പിറൈറ്റ് അടിച്ചതാണ്. പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മൂപ്പര ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം ഇന്നലത്തെ ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്താന്ന് എനിക്ക് അറിയില്ല. എടാ പൊന്നു മോനെ, നീയൊക്കെ ലൈവ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് വെറുതെ വന്നിരുന്ന കൊണയടിക്കുന്നതല്ല ലൈവ്. ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നീമാർക്ക് സൂപ്പറായിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർത്തിട്ട് പോയായിരുന്നു. ഇത് വെറുതെ ആവശ്യമില്ലാതെ ഒരു ഇതും ഇല്ലാതെ വന്നിരുന്ന് കാണാ എന്തൊരു ബോറ് ലൈവാടാ, പറയാതിരിക്കാൻ വയ്യ. 60 ബോറ് ലൈവ്. അത് കാരണം നീയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പലരും കേട്ടിട്ട് പോലും ഇല്ല. എനിക്കൊന്ന് ഒരു സമയത്ത് 100K പുറത്ത് ആൾക്കാർ ലൈവ് വാച്ചിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇവന്മാര് പറഞ്ഞ് പറയാന്നല്ലാതെ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. അപ്പോഴത്തേക്ക് ആളുകൾ 10,44,000 പേര് വരെ 10,50,000 പുറത്ത് ആൾക്കാർ അത് ഇറങ്ങിപ്പോയി. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ.
അപ്പം അതിൽ നമ്മൾ പറ്റുന്നത്ര ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ തുറന്നടിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ ഈ പൈസയും ഇതും ഉള്ള ആളെ ഇതാക്കാൻ നിൽക്കരുതായിരുന്നു, മനസ്സിലായോ? നമ്മളതിൽ നീ അങ്ങനൊന്നും പറഞ്ഞ് നീ സെന്റി ഒന്നും ഇറക്കാൻ നോക്കിയൊന്നും വേണ്ട. സോഷ്യൽ മീഡിയ ആണ്, നിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഇനി എത്ര പൈസക്കാരൻ വന്നു കഴിഞ്ഞാലും ചങ്കുറപ്പോടെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നിന്റെ കൂടെ നിൽക്കും, മനസ്സിലായോ? പക്ഷെ ഇപ്പോൾ നിന്റെ കൂടെ ആരും നിൽക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായി നീ ഉടായിപ്പില്ല, അവനും ഉടായിപ്പ്, എല്ലാം ഉടായിപ്പ്, നീമാരെ തമ്മിൽ തല്ലട്ടെ എന്ന് ആൾക്കാർ വിചാരിച്ചു, മനസ്സിലായോ? അവിടെ നീ ആ ഒരു ലൈൻ, പണം പൈസ ആ ഒരു ലൈൻ ഇവിടെ പിടിക്കണ്ട. ഇല്ല, നമ്മളതിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഇല്ല, പവർ ഇല്ല. സോ നമ്മളതിൽ ഇത്തരം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എന്തായാലും മിക്കവാറും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ എന്തായാലും പോവും. പിന്നെ ജാസീൻ്റെ ഇൻസ്റ്റ പോയി, അവൻ്റെ യൂട്യൂബ് ചാനൽ പോയി, മമ്മൂൻ്റെ പോയി, എല്ലായിടത്തും ഇതൊക്കെ പോയി, മനസ്സിലായോ? അപ്പോൾ എൻ്റെ എന്തായാലും അതെങ്ങനെ പോയി? അവന്മാര് തോന്നിയ ദിവസം ഒന്നും പറയുക അല്ലെങ്കിൽ വേറെ ആരുടെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നാളെ എന്തായാലും പോവുക. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോവും. അപ്പോൾ ലൈവിന് ഒരാഴ്ചക്ക് ശേഷം മറ്റേ ലൈവ് ഉണ്ടാവും. വേറെ കുറേ കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ. ടെൻഷൻ അടിച്ച് നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തു. അതായത് നന്മപരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ തുറന്നടിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസയും പവറും ഇതുള്ള ആളെ തെറ്റുകൾ എന്തെല്ലാന്നോ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചെയ്ത തെറ്റ്, മനസ്സിലായോ? ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം, അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിത്ത് പ്രൂഫ്, വീഡിയോ അടക്കം, ഇവന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് സ്വഭാവം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്നത് മൊത്തം നെഗറ്റീവും കാര്യങ്ങളും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിപ്പം പേഴ്സണലി ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും. ഫാമിലിയിൽ അവർക്ക് സത്യം അറിയാം, അതുകൊണ്ട് അവർ കൂടെ ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ പ്രശ്നമാണ്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഈ പറഞ്ഞ പോലെ ഒരു 4-5 ദിവസം ലൈവ് ഉണ്ടാവില്ല, കഴിഞ്ഞിട്ട് പിന്നെ കിക്കിലായിരിക്കും. കിക്കിൽ ഈ പറഞ്ഞ പോലെ ചാനൽ അടിച്ച് കളയാനും ചാനൽ പൂട്ടിക്കാനൊന്നും കിക്കിൽ പറ്റൂല. അതുകൊണ്ട് ആടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആടെ ചെയ്യും. പിന്നെ എപ്പം ജയിലിലാവുമെന്നും എപ്പം കേസ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എപ്പം വേണമെങ്കിലും ജയിലിലാകാം. അപ്പോൾ ജയിലിലാകാം മീൻസ് ഒരിക്കലും ഡ്രഗിൻ്റെ കേസിനോ ഇതിനോ ഞാൻ ജയിലിലാവില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ ഒന്ന് ഓൻ തന്ന് അടിച്ചല്ലാണ്ട് ഞാൻ അതിന് ശേഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കുണ്ടെന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നേ വരെ കുണ്ടം കളിച്ചിട്ടില്ല, മനസ്സിലായോ? അത് ഞങ്ങൾക്ക് ആരും വിശ്വസിപ്പിക്കാനൊന്നുമില്ല, ഞാൻ പറയാം. പിന്നെ അനാൻഷാനോട് എനിക്ക് പറയാനുള്ളത്, സോറി ബ്രോ, ഈ പറഞ്ഞ പോലെ ഓൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി, ഓൻ്റെ റിയാലിറ്റിയും ഓൻ ആരാന്നും കാണിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളെ ഒരു ഇതാക്കേണ്ട വന്നു. അതിന് ഞാൻ സോറി ചോദിക്കുന്നു. ഇത് എന്താ വെച്ചാൽ കരയാൻ പോലും പറ്റുന്നില്ല. കാരണം കരയാനും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം സോറി ഫോർ അനാൻഷാനോട് ഞാൻ ഒരു 100 സോറി പറഞ്ഞടാ. ഞാൻ പേഴ്സണലി ഒരു 100 സോറി ഞാൻ പറഞ്ഞു. കോളിലായാലും ഇതിലൊക്കെ ഞാൻ പറഞ്ഞു. എന്തായാലും ഒരു 5-10 കേസും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, ചിലപ്പം ജയിലിൽ പോകും. അല്ലാന്നുണ്ടെങ്കിൽ പൈസ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇതിൽ ചിലപ്പം ജയിലിൽ പോകാൻ ചാൻസ് ഉണ്ട്. ജയിലിൽ പോയില്ലെങ്കിൽ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ കിക്കിൽ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളോട് വിശ്വസിക്കുന്ന ഒരു 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കാരോട് പറയണം തോന്നി. അതിനു വേണ്ടി മാത്രം വന്ന ലൈവാണ്. അപ്പോൾ ഇതാണ് ഷമീറിൻ്റെ ലൈവ്, ഒടുക്കത്തെ യൂട്യൂബിലെ ലൈവ്. ഒന്നും വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കില്ലേ? മറ്റേത് പൈസ മാത്രമേ പോയിട്ടുള്ളായിരുന്നു, ഇപ്പോൾ എല്ലാം പോയി, മാനമടക്കം പോയി. നിന്റെ മാത്രമല്ല, അവൻ്റെയും 2 കൂട്ടരുടെയും, രണ്ടുപേരും 2 ടീംസും നാറാവുന്നതിൻ്റെ അങ്ങേറ്റം നാറി. സത്യത്തിൽ തൊപ്പി ആ ലൈവിനകത്ത് വന്നിട്ട് ഞാൻ അവന്മാർക്ക് പൈസ കൊടുത്തില്ല, പക്ഷെ അതിന് പകരം അവന്മാർക്ക് ഫെയിം കൊടുത്തു, പ്രൊമോഷൻ കിട്ടുന്നുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഇത് ഇത്രയും ഒരു തീട്ട കേസ് ആവത്തില്ലായിരുന്നു, ഇത്രയും ഒരു നാറ്റ കേസ് ആവത്തില്ലായിരുന്നു. അതിന് വരെ അവൻ ഇവന്മാരുടെ കുണ്ടങ്ങളെ എന്നും പറഞ്ഞ് വീഡിയോ എടുത്ത് കാണിച്ചു. 2 കൂട്ടർക്കും നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും ഒരു മനുഷ്യന്റെ മുന്നിലും തല ഉയർത്താൻ പറ്റാത്ത അവസ്ഥയായില്ലേ? അവനവൻ ചെയ്യുന്നത് അവനവൻ തന്നെ കിട്ടും, അതാണ് പറയുന്നത്. കൂടുതലൊന്നും പറയാനില്ല. അപ്പം ശരിയെങ്കിൽ ബൈ.